ക്രൈസ്തവവും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവരിക്ക് കൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ കർത്താവ് തൻ്റെ ക്രൂശി മരണം കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ ദിവസം നമ്മുടെ കർത്താവ് കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് പോയി അവരോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. യേശു കർത്താവ് പറയുന്നതെന്നാണ് ചോദിച്ചാൽ, ശിഷ്യന്മാർ ഭയപ്പെട്ടിരിക്കുന്നു. യെരുശലേമിൽ നിന്നും ഉള്ള ഒരു വിഷയം ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നൊരു കാര്യം എന്ന് ചോദിച്ചാൽ, അവർ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. യേശുവിനെ ക്രൂശിച്ച യഹൂദന്മാരും വീണ്ടും ഇവരെയും ക്രൂശിക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മഹോപുരോഹിതന്മാരും ശാസ്ത്രിമാരെല്ലാം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ശിഷ്യന്മാർ ഭയന്നിരിക്കുന്ന സമയത്ത് യേശു കർത്താവ് അവരുടെ അടുക്കൽ ചെന്നവർ നിങ്ങൾക്ക് സമാധാനം. അതിലുപരിയായി കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. യേശു കർത്താവ് അവരുടെ അടുക്കൽ ചെന്നിട്ട് പറയാം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ ഉറപ്പിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് അവരോട്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? അവിടെ പറഞ്ഞൊരു കാര്യം, ആകയാൽ ശിഷ്യന്മാരോട് ഉറപ്പിച്ച് യേശു പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് കർത്താവിൻ്റെ സുവിശേഷം എന്ത് ചെയ്യണം? ദേശങ്ങളിൽ അറിയിക്കണം. കർത്താവ് പറഞ്ഞ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഇനി സുവിശേഷമായിട്ട് എന്ത് ചെയ്യണം? ദേശങ്ങളിൽ രാജ്യങ്ങൾ എല്ലാം നിങ്ങൾ പോകണമെന്നാണ് കർത്താവ് അവരെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മനസ്സിലാക്കുന്ന കാര്യം, എല്ലാവരെയും കർത്താവ് നിങ്ങൾ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. എങ്ങനെ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി എങ്ങനെ പറ്റും? കാരണം ഒരു മനുഷ്യൻ രക്ഷപ്പെടുക എന്നാണ് പുതിയ നിയമം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല വന്നിരിക്കുന്നത്, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നതാണ്. ആദാമിൻ്റെ സന്തതി മുതൽ ആദാമു മുതൽ പാപത്തിൻ്റെ അടിമയിൽപ്പെട്ട് കിടക്കുന്ന സകല ജനത്തെയും രക്ഷിക്കുവാൻ വേണ്ടി സംഭവിച്ച ഒരു കാര്യമാണ്. ആദാമും ഹൗവയും ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്ത സമയത്ത് ദൈവം അതിന് കാരണമായിരിക്കുന്നത് ആരെന്ന് ചോദിച്ചപ്പോൾ സർപ്പമാണ്. സർപ്പത്തോട് പറയുന്നത്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും എന്നാണ് പറയുന്നത്. അപ്പം സ്ത്രീയുടെ സന്തതി ആരുടെ? പാമ്പിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി സാത്താൻ്റെ ോടുള്ള കർത്താവായ യേശുവിൻ്റെ വെല്ലുവിളിയാണ്, അല്ലെ യഹോവയാകുന്ന ദൈവത്തിൻ്റെ വെല്ലുവിളിയാണ്. കാരണം സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. അതിൻ്റെ അർത്ഥം അവൻ്റെ അധികാരത്തെ ഇല്ലാതെയാക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം പാപത്തിൻ്റെ അധികാരിയാകുന്ന പിശാച്, അല്ലെങ്കിൽ മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാച് തൻ്റെ മരണം കൊണ്ട് നീക്കിയെന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ആമേൻ തൻ്റെ പുതിയ നിയമം സ്ഥാപിക്കുവാൻ വേണ്ടി വന്നതാണ്. ആ പുതിയ നിയമത്തിലൂടെ സർവ്വലോകത്തിലെ മനുഷ്യ വ്യക്തികളെയും ദൈവം രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. കാരണം മനുഷ്യന് വേണ്ടിയിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക്, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ മൃഗമായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്, മൃഗത്തിന് തുല്യമായി മൃഗത്തെ പോലെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവനെല്ലാം ഒറിജിനൽ മനുഷ്യനാക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. മനുഷ്യവർഗത്തിനെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണം. യേശുവിൻ്റെ ഉദ്ദേശം എന്താണ്? പാപിയാക്കാനല്ല. എന്നാൽ ഇവിടെ പിശാചാരിയാക്കുന്നു, എല്ലാവരും പാപിയാക്കിക്കൊണ്ടിരിക്കുക, എല്ലാവരും മരണത്തിലേക്ക് കൊണ്ടുപോയിരിക്കേണ്ട. അപ്പോൾ മരണത്തിൻ്റെ അധികാരി പിശാച്. യേശുക്രിസ്തു മരണം കൊടുക്കാൻ വേണ്ടി വന്നല്ല, മരണത്തിൽ നിന്ന് അവനെ വിടുവിച്ച് നിത്യജീവൻ കൊടുക്കാൻ വേണ്ടി യേശു വന്നതാണ്. പിശാചിൻ്റെ ഉദ്ദേശം മരണമാണെങ്കിൽ യേശുവിൻ്റെ ഉദ്ദേശം ജീവനാണ്. ഏതാണ്? നിത്യജീവനാണ്. പിശാച് തരുന്ന നിത്യമരണമാണ് തരുന്നത്, എന്നാൽ യേശു തരുന്ന നിത്യജീവന തരുന്നത്. അങ്ങനെ കർത്താവ് ഈ പുതിയ നിയമ കൽപ്പനകൾ നൽകുവാൻ തക്കവണ്ണം പാപികൾക്ക് വേണ്ടി മാനവകുലത്തിൻ്റെ സകല പാപങ്ങളും ഏറ്റുവാങ്ങി
ക്രൂശിൽ ചുമന്നുകൊണ്ട് ഗോൽഗോത്ത മലയിലേക്ക് കടന്നു ചെന്ന് താൻ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപങ്ങൾ ചുമന്ന് വേദന സഹിച്ച് 6 മണിക്കൂറോളം കർത്താവ് വേദന സഹിച്ച് തൻ്റെ അവസാനത്തുള്ളിൽ രക്തം വരെ ഒഴുക്കി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള ശിക്ഷ മുഴുവൻ യേശു ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി നമ്മുടെ മരണം അവൻ ഏറ്റെടുത്തു. നമുക്കായി അവൻ മരിച്ചു. ഇതെന്തിനാണ്? മാനകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്ന ശേഷം ശിഷ്യന്മാരോട് പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെടണം. എന്നിട്ട് എന്ത് ചെയ്യണം? സുവിശേഷമൊക്കെ അറിയിച്ചിട്ട് വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ, സ്നാനമേൽക്കുകയും ചെയ്യുന്നവനൊക്കെ രക്ഷപ്പെടും. ഒരു വ്യക്തി വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല, സ്നാനമേറ്റിരിക്കണം. അപ്പം യാഥാർത്ഥ്യമായി സ്നാനപ്പെടുത്തുന്ന അപ്പോസ്തലന്മാരും സുവിശേഷ വേലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, സ്നാനമാണ് നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നീക്കോത്തിമോസിനോട് പറഞ്ഞു, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഇനി പുതിയതായി എങ്ങനെ ജനിക്കാൻ പറ്റും? വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ ചെന്ന് ഇനി ജനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, അല്ല, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിലും ജനിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ വെള്ളത്താലും ആത്മാവിലും ജനിക്കണം. അതാണ് കർത്താവ് സ്നാനത്തെക്കുറിച്ച് പറയുന്നത്. ആ സ്നാനമെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മുടെ ഒരു ജനനത്തെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്നാനപ്പെടുത്തുന്നത് പല രീതിയിലും കർത്താവിൻ്റെ യേശു കർത്താവ് പറഞ്ഞതിൻ്റെ അപ്പുറത്ത് നമ്മൾ അതിൻ്റെ ഉപദേശത്തിന് മറികടന്ന് സ്നാനപ്പെടുത്തിയാൽ അത് സ്നാനമായിരിക്കില്ല. ഇന്ന് പല രീതിയിൽ സ്നാനം നടക്കുന്നുണ്ട്. പക്ഷേ സ്നാനങ്ങൾ പല രീതിയിൽ നടന്നോട്ടെ, അതുകൊണ്ട് ആ സ്നാനം ഏറ്റതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നില്ല. കാരണം കർത്താവ് പറഞ്ഞൊരു സത്യമുണ്ട്. അതാണ് വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം 20 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വ്യക്തമായ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. നമുക്കിനി വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മത്തായി അതിനെ വ്യക്തമായി യേശുക്രിസ്തു പറഞ്ഞ വാക്കിനെ അവിടെ പകർത്തി എഴുതിയിരിക്കുക. എന്താ പകർത്തി എഴുതിയിരിക്കുന്നത്? എന്താണ് സ്നാനപ്പെടുത്തേണ്ടത്? എന്തെങ്കിലും പറഞ്ഞ് സ്നാനപ്പെടുത്തണം? അതല്ല, അതൊന്നും സ്നാനമാകത്തില്ല. എപ്പോഴും പോയി കുളിക്കുന്ന സ്ഥലത്ത് പോയി കുളിച്ചു വന്നത് പോലെ ആയിരിക്കും. കർത്താവിൻ്റെ കൽപ്പന എങ്ങനെയാണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പം 3 നാമം ഇവിടെ പറയുന്നുണ്ട്. സ്നാനം കഴിപ്പിക്കണം. അപ്പം സ്നാനം കഴിപ്പിക്കുന്നവർ ഈ 3 വാക്യങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തമായി പറഞ്ഞ ശേഷമാണ് ഒരു മനുഷ്യൻ്റെ രക്ഷയാണ്. തോന്നിയ പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തേക്ക് എടുക്കപ്പെടുകയില്ല. സ്നാനപ്പെടുന്ന വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മളെ സ്നാനപ്പെടുന്നവർ ഈ വാക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കണം. എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുത്തണം. ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ വീണ്ടും നീ ഒന്നുകൂടി സ്നാനപ്പെടേണ്ടി വരും. തോന്നിയ പോലെ വെള്ളത്തിൽ പിടിച്ച് മുക്കാനുള്ള വ്യവസ്ഥകളൊന്നുമില്ല. അതൊന്നും സ്നാനത്തിൽ അംഗീകരിക്കത്തില്ല. യേശു തന്നെയാണ് വഴിയും സത്യവും ജീവനും. ആ യേശുവിൻ്റെ വാക്ക് നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴാണ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആമേൻ നമ്മെ ചേർക്കുവാൻ വേണ്ടി മധ്യാകാശത്തിൽ വരും. എന്തിനാണ് വരുന്നത്? തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി. കാരണം 7 വർഷം പിശാചിൻ്റെ ഭരണം വരാൻ പോകുക. ആ ഭരണം വരുമ്പോൾ തന്നെ വിശ്വസിക്കുന്ന തൻ്റെ മക്കളെ, തൻ്റെ ജനത്തെ ചേർക്കുവാൻ വേണ്ടി യേശു വരും. പിശാചിൻ്റെ ഭരണത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. പിശാചിൻ്റെ മുദ്ര നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാൻ കഴിയത്തില്ല. അവൻ്റെ മുദ്ര വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരും. എന്നിട്ട് നമ്മളെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കും. പിശാചിൻ്റെ ഭരണത്തിൻ്റെ നടുവിൽ നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് 7 രാജമുടിയുള്ളവൻ വാണുകൊണ്ടിരിക്കുമ്പോൾ എത്ര വർഷം വാഴും? പിശാചിൻ്റെ രാജമുടി എത്രയാണ്? 7 കാണിക്കുന്നത്. 7 രാജമുടിയുള്ളവൻ വാഴുമ്പോൾ 7ാമത്തെ
വർഷം അവൻ്റെ ഭരണം കഴിയുമ്പോൾ ഏറെ രാജമുടിയുള്ളവൻ വരും. എങ്ങനെ വരും? സ്വർഗത്തിൽ നിന്നിറങ്ങുമ്പോൾ തൻ്റെ ദൂതനോട് പറയും, മിഖായേലിനോട് പറയും, വലിയ ചങ്ങല എടുക്ക്, അടുത്തു അകാദന് താക്കോലെടുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകാൻ പോവുക. ഭൂമിയിൽ വന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന 7 രാജമുടിയുള്ള പിശാച രാജാവായി വാഴുമ്പോൾ ആ രാജാവിനെ പിടിച്ച് ബന്ധിച്ച് രാജ്യം അവനെ പാതാളത്തിൽ നിന്ന് അഗാധത്തിൽ അടച്ച് പൂട്ടി, അഗാധം പൂട്ടി, ചങ്ങലക്കിട്ട് അഗാധം പൂട്ടി, അതിനകത്ത് മുദ്ര വെച്ചിട്ട് ശേഷം യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയിൽ ഭരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് കണ്ണുനീരില്ലാത്തതും വേദനയില്ലാത്തതും ദുഃഖമില്ലാത്ത ആ പുതിയ ആകാശം പുതിയ ഭൂമിയിലും നാം രാജാക്കന്മാരായി വാഴുവാൻ നമുക്ക് ദൈവം കൃപ നൽകിയിരിക്കണം. കാരണം അവൻ്റെ രാജഭരണത്തെ, ആ രാജാവായി 7 വർഷം വാഴുന്ന പിശാചാകുന്ന അതേ സർപ്പത്തെ, ഏറെ രാജമുടിയുള്ള ക്രിസ്തു അവൻ്റെ രാജ്യത്തെ പിടിച്ചടക്കി അവനെ ബന്ധിച്ച് അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടും. ആരാണ്? മഹാരാജാവായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന, രാജാതി രാജാവായിരിക്കുന്ന യേശു ക്രിസ്തു. അവൻ ഈ 7 വർഷം വാഴുന്ന ഈ 7 തലയുള്ള സർപ്പത്തെ പിടിച്ച് ബന്ധിച്ച് അവൻ അഗാധത്തിലേക്ക് തള്ളിയിട്ട് ലോക്കി. പിന്നെ അവൻ അനങ്ങത്തില്ല. ഇനി രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കാത്തവനും മനുഷ്യരാരും കാണാത്തവനും തക്ക സമയത്ത് പ്രത്യക്ഷനാകുന്ന യേശു ക്രിസ്തു എന്ന മഹാരാജാവ്, രാജാതി രാജാവ്. അങ്ങനെ പറയണം. വെറും വാക്കിൽ യേശു എന്ന വാക്കിൽ ഒതുക്കരുത്. ഇന്ന് വിശ്വാസികളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവിന് വെറും 3 വാക്ക് യേശു എന്ന വാക്കിൽ ഒതുക്കരുത്. നിങ്ങൾ പറയുമ്പോഴൊക്കെയും ആ വാക്കിൻ്റെ ഗൗരവത്തോടുകൂടി പറയണം. രാജാതി രാജാവ് എന്ന് പറയണം. ആ രാജാതി രാജാവ് വന്ന് നമ്മെ തന്നോടുകൂടെ ചേർത്തി നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു. ഇനി മരണം ഉണ്ടാകുകയില്ല, കഷ്ടതയും ദുഃഖവും മുറവിളിയൊന്നും ഉണ്ടാകില്ലെന്ന് എല്ലാം മാറ്റിത്തന്നു നമ്മളെ സന്തോഷവും സമാധാനം തരുന്ന ആ കർത്താവായ യേശു ക്രിസ്തു എന്ന രാജാതി രാജാവിന് മഹത്വം കൊടുത്തുകൊണ്ട് നാം അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഒരുങ്ങിയിരിക്കുക. പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.